ഈ വിഷയത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയതല്ല, ഇനി ചെയ്യില്ല എന്ന് തന്നെ കരുതിയതാണ്. പക്ഷേ ഇപ്പോൾ ചില ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, ആരോ ഒരു കേസിൽ അകപ്പെട്ടിരിക്കുന്നു ഈ ഒരു ചാത്തൻ സേവയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ബ്രാഹ്മണ സമൂഹത്തെയൊക്കെ ചീത്ത വിളിക്കുന്നു, അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തെ ചീത്ത വിളിക്കുന്നു. ഞാൻ പറയട്ടെ, താമസിക രീതിയിൽ ആരാധിക്കുന്ന സമ്പ്രദായമാണ് ഈ ബലി തുടങ്ങിയ കാര്യങ്ങൾ. ഇതൊക്കെ ഇനിയും വർജിക്കേണ്ടത്. ഇങ്ങനെ മലയ ദൈവങ്ങളെ, അങ്ങനെയുള്ള ചാത്തൻ മറുത, അങ്ങനെയുള്ള ഒരുപാട് ദുർദേവതകളൊക്കെ ഉണ്ട് പ്രപഞ്ചത്തിൽ. ഈ ഗന്ധർവന്മാർ, കിന്നന്മാർ, കിന്നരർ, യക്ഷർ, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. ഇവരൊക്കെ ആരാധിച്ചവർക്കൊക്കെ ശക്തിയുണ്ട്, അവർ ബലങ്ങളൊക്കെ തരുന്നുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും എന്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമല്ല. ഈ ശരീരത്തെ പോഷിപ്പിക്കാനും മറ്റുള്ളവർക്ക് ദുരിതം വരുത്താനും അല്ലെങ്കിൽ മറ്റുള്ളവരെ പീഡിപ്പിച്ചിട്ടൊക്കെ ചെയ്യുന്ന ഇത്തരം ബലി, ഇങ്ങനെയുള്ള താമസിക ബലി നടത്തിയിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള ആരാധന സമ്പ്രദായം ഉണ്ടല്ലോ, മദ്യം മാംസവും കള്ളും എല്ലാം വെച്ചുകൊണ്ട് അത് കഴിച്ചുകൊണ്ട് അത് കഴിക്കുന്ന ആളുകൾ, ഭഗവാനെ പൂജിക്കുന്ന ആളുകൾ ആരെങ്കിലും, അല്ലെങ്കിൽ ഭഗവാനെ തൊഴാൻ പോകുന്ന യഥാർത്ഥ ഭക്തരാരെങ്കിലും മാംസാഹാരം, മത്സ്യമാംസാഹാരാദികൾ കഴിച്ചിട്ടാണോ പോകാറ്? അല്ലെങ്കിൽ അത് കഴിക്കുന്ന ആളുകളാണോ ഭഗവാനെ പൂജ ചെയ്യുന്ന ബ്രാഹ്മണർ? അല്ലല്ലോ. പക്ഷേ ഇത്തരം ചാത്തമടം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അവർ മദ്യപാനം ചെയ്യുന്നു, മത്സ്യമാംസാഹാരാദികൾ കഴിക്കുന്ന അവിടെ വരുന്നവരൊക്കെ കഴിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ അതുപോലെ എന്താണ് ബലികൾ നൽകുന്നു. ഇതൊക്കെ എന്താണ്? ഇറച്ചിവെട്ട്, കോഴിവെട്ട്. എങ്ങനെയാണ് ക്ഷേത്രത്തിന് അത് പറയാതെ? കശാപ്പുശാല എന്നല്ല പറയാൻ പറ്റും, അതിനൊക്കെ ക്ഷേത്രം എന്ന് പറയാൻ പറ്റൂ? ഇവരെയൊക്കെ ക്ഷേത്ര പൂജാരികൾ എന്ന് പറയാൻ പറ്റൂ? ബ്രാഹ്മണർ എന്ന് പറയാൻ പറ്റൂ? താമസികമായ ആരാധനയുടെ ബലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരകമാണ്. ആരാധിക്കുന്നതിലും കഷ്ടമാണ്, ആരാധിക്കാതിരിക്കുന്ന നിരീശ്വരവാദിക്ക് അതിലും ശ്രേയസ് ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ താമസിക ആരാധന ചെയ്യുന്നവരുടെ ബലം ഭയങ്കര കഷ്ടമാണ്. എപ്പോഴും സാത്വികമായ ദേവന്മാരെ ആരാധിക്കൂ, സാത്വികമായ രീതിയിൽ ചിന്തിക്കൂ. എന്തിനാണ് ഇത് ദുർമൂർത്തികളെ കൂട്ടുപിടിക്കുന്നത്? വളരെ കഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആലോചിക്കുക, ഈ പറയുന്ന 21-ാം നൂറ്റാണ്ടായില്ലേ, ഇനിയെങ്കിലും അത് മനസ്സിലാക്കേണ്ടേ. സ്വാത്വികമായ രീതിയിൽ നമുക്ക് ഗുണം ചെയ്യൂ, ആ ഭക്തിയെ ഗുണം ചെയ്യൂ. ആ ഒരു സ്വാത്വിക മൂർത്തികളെ പൂജിച്ചതുകൊണ്ട് നമുക്ക് മനുഷ്യജന്മത്തിൻ്റെ സാക്ഷാത്കാരം നേടാൻ സാധിക്കും. നമ്മൾ സ്വാത്വിക ഗുണത്തിൽ നിൽക്കണം, സ്വാത്വികമായ ദേവതകളെ സ്വാത്വികമായ സമ്പ്രദായത്തിൽ പൂജിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യരുത്. ബലപ്രാപ്തിക്ക് വേണ്ടി ബലം കിട്ടുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്ന് വെച്ച് നിങ്ങൾ ആലോചിക്കും, ദുർമൂർത്തികളെ പൂജിക്കാൻ പാടുണ്ടോ? നാട്ടിലൊരു ദുർനടത്തിപ്പുകാരുണ്ടെന്ന് വിചാരിക്കുക, ദുഷ്ടനായ ഒരു കൊട്ടേഷൻകാരനുണ്ട്. നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് ഒരു കൊട്ടേഷൻ കൊടുക്കുന്നു, നമ്മുടെ ഒരു ശത്രുവിന് എന്തെങ്കിലും പരിക്കേൽപ്പിക്കുന്നു. പക്ഷേ എന്താ ഉണ്ടാവുക? അവൻ നമുക്കപ്പോൾ കുറച്ച് നേരങ്ങളിൽ അവൻ നമുക്ക് അനുകൂലമായിട്ട് എന്തോ ചെയ്തു തന്നു. കാരണം നമ്മുടെ ശത്രുവിന് അവൻ ഒരു ദോഷം ചെയ്തു. അതുകൊണ്ട് അവൻ കുറച്ച് നേരങ്ങളിൽ നമുക്ക് ഉപകാരിയായി. അവൻ ദുഷ്ടനാണെങ്കിലും അതുപോലെയാണ് ദുർമൂർത്തികൾ. കുറച്ച് നേരത്തേക്ക് നമുക്ക് ഉപകാരമൊക്കെ ചെയ്തിരിക്കും, നമുക്ക് ചില ബലങ്ങളൊക്കെ തന്നിരിക്കാം. പക്ഷെ അത് അവസാനം തിരിച്ചടിക്കും. ഈ നേരത്തെ പറഞ്ഞ കൊട്ടേഷൻകാരന് നമ്മൾ കൊട്ടേഷൻ കൊടുത്ത് അങ്ങനെ ദുർനടത്തിപ്പുകാരൻ്റെ കൂടെ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും താൽക്കാലിക സഹായം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ പരിണത ബലം എന്തായിരിക്കും? നമ്മളും അതിൻ്റെ ആ ഒരു ദുഷിച്ച പ്രവൃത്തിയുടെ ഭാഗമാവില്ലേ? നമ്മളും എൻഫോഴ്സ്മെൻറ്റ് നേരിടേണ്ടി വരില്ല. ഇതേപോലെ തന്നെയാണ് ദുർമൂർത്തികളുടെ ആരാധനയും. മനസ്സിലാക്കുക. ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. ഈ ചാത്തൻ മഠത്തെക്കുറിച്ച്, ചാത്തൻ സേവയെക്കുറിച്ച്, ഇങ്ങനെയുള്ള പല ദുർമൂർത്തി ബലി, ചാത്തൻ സേവയോ ചാത്തൻ മഠത്തിനെ പറ്റി മാത്രമല്ല, ബലികൾ, മനുഷ്യബലിയൊക്കെ മാറി മൃഗബലിയായി, കുമ്പളങ്ങ ബലി ഉൾപ്പെടെയുള്ള എല്ലാം ഇങ്ങനത്തെ രാജസീയം താമസികമായ ആരാധന വർദ്ധിച്ചു. സ്വാത്വികമായ ആരാധന സമ്പ്രദായത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്.